2-3 പ്രാവശ്യമായിട്ട് ഞാൻ നിന്നേക്കണേ. 4 വർഷം ഞാൻ ഉണ്ടായിരുന്നു. വന്നിട്ട് പോയി പിന്നെയും വന്നു അങ്ങനെ. അഭയ എപ്പോ അവിടെ ജോയിൻ ചെയ്തു? ഞാൻ ബൈസ്റ്റൻഡില് വന്നിട്ട് 1.5 വർഷമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു കൊച്ചു സിസ്റ്റർ. അങ്ങനെ കാണാൻ ഇച്ചിരി ഫെയർ ഒന്നുമല്ല, സ്മോൾ സൈസ്. 1.5 വർഷമേ ഉള്ളൂ, 2 വർഷമായില്ല. കറക്റ്റ് എനിക്കറിയില്ല, ഫോർമേഷനൊക്കെ വേറെ ആൾക്കാരുടെ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ കാണുന്ന പ്രൊഫഷൻ കഴിഞ്ഞ് കാണുന്നല്ലേ. അവരോട് സംസാരിക്കുന്നില്ല ആ സമയത്ത്? ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നല്ലേ, സംസാരിക്കുകയും പ്രധാനം പറയുകയും. ഇഷ്ടീക്കൊന്നും എന്നോട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അതിന് നോർമലായിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അബ്നോർമാലിറ്റി ഒന്നും അല്ല. അപ്പൊ സംസാരിച്ചത് നമുക്കൊരു അബ്നോർമാലിറ്റീസ് എന്ന് പറയാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ തോന്നിയിട്ടില്ല. എല്ലാവരോടും നല്ലപോലെ സംസാരിക്കും, വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നൊരു, അല്ലാതെ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പേഴ്സണലി എനിക്ക് ബന്ധമില്ല, ഇന്റിമസി ആയിട്ടുള്ള ബന്ധം എനിക്കില്ല. അല്ലാതെ വർത്താനം പറയുകയും അങ്ങനത്തെ വളരെ ഫ്രീ ആയിട്ട് അങ്ങനത്തെ. അത് തന്നെ എനിക്ക് കൃത്യം അറിയത്തില്ല. കാരണം പിന്നീട് പറയുന്നുണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ. പക്ഷെ എനിക്ക് കൃത്യനെ പറ്റി ഒന്നും അറിയത്തില്ല. ഇത് കഴിഞ്ഞ് പറഞ്ഞപ്പം പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പനും അമ്മയും വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രശ്നമാണോ നമ്മൾ തിരക്കുന്നില്ല. ഹോസ്റ്റലിന് ഉള്ളിൽ വരാൻ വേണ്ടി ഇങ്ങനെ എൻട്രൻസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക്? എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ എൻട്രൻസ് ലോക്ക് ചെയ്യുന്നു, താഴെ ഇട്ട് ലോക്ക് ചെയ്യാം. പക്ഷെ ഈ പുറത്തോട്ടുള്ള കിച്ചൻ്റെ പുറത്തോട്ടുള്ള വാതിലാണ്. പക്ഷെ അത് നമ്മുടെ താഴും താക്കോലിട്ട് പൂട്ടിയിട്ടില്ല, കുറ്റിയിട്ടുണ്ട്, ചെറിയ കുറ്റിയുണ്ട്. അങ്ങനെയുള്ളൂ. കിച്ചണിൽ ഇപ്പം അതിനകത്തുനിന്ന് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ആർക്കും കതവ് തുറന്നാൽ പുറത്തു പോകാം. കാരണം ലോക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നിടാറില്ല. ആർക്കും വന്ന് തുറന്ന് പുറത്തു പോകണമെങ്കിൽ പോകും. ഉള്ളിൽ ലോക്കില്ല, പുറത്ത് മാത്രമുണ്ട്. ഉള്ളിൽ നമ്മളിങ്ങനെ ചുമ്മാ കുറ്റിയുള്ളത്. നമ്മുടെ താഴും താക്കോലും ഉണ്ടെങ്കിൽ എൻ്റെ നിന്ന് താക്കോൽ ആരെങ്കിലും കൊണ്ടുപോയി താക്കോൽ അങ്ങനെ കൂട്ടിട്ടില്ല. സിസ്റ്റർ, നിങ്ങൾ ഹോസ്റ്റൽ ഉള്ളിൽ വരണമെങ്കിൽ അവർ യൂഷ്വലായിട്ട് എങ്ങനെ വരും? അങ്ങനെ ഹോസ്റ്റൽ ഉള്ളിൽ വരണമെങ്കിൽ മറ്റാരെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാർ വരണമെങ്കിൽ എങ്ങനെ അവർ വരും? പുറത്ത് ആരെങ്കിലും അകത്ത് വരണമെങ്കിൽ ആരെങ്കിലും കഥ തുറന്ന് കൊടുക്കണം. ഫ്രണ്ട് ഗേറ്റ് തുറക്കണമെങ്കിൽ നമ്മൾ താഴെ അതിൻ്റെ താഴെ സിസ്റ്ററിൻ്റെ കയ്യിലല്ല, സുപ്പീരിയറിൻ്റെ കയ്യില. പറഞ്ഞോ? അതുകൊണ്ട് താക്കോല് അമ്മയുടെ നിന്ന് ആരെങ്കിലും എടുത്തില്ലല്ലോ. അപ്പം പിന്നെ അകത്ത് കയറാൻ ചാൻസ് ഇല്ല. കിച്ചണിൽ വരാൻ. പക്ഷെ അകത്തുനിന്ന് ആരെങ്കിലും തുറന്നു പോകാന്നല്ലേ? തുറന്നു കോമ്പൗണ്ടിൽ കയറാം. കാരണം നമ്മുടെ ചാടി കയറാനും അതിലുള്ളൊക്കെ ഉള്ളു. അത് എത്ര നല്ലപോലെ ഹൈറ്റാ? അല്ല ഹൈറ്റ് കുറവായിട്ടുണ്ടോ കോമ്പൗണ്ട്? ഹൈറ്റ് കുറവുണ്ട്. ആണുങ്ങൾക്ക് വേണമെങ്കിൽ ചാടി കയറാം. ಅಪ್ಪ അങ്ങനെ ಹಾಗೆ ಬಂದ್ರೆ ಹಿಂದೆ ಬಾಗಿಟ್ಟಿಕೊಂಡು ಅವ್ರಿಗೆ അങ്ങനെ ആരെങ്കിലും ഉള്ളിലോ കയറിയാലേ സിസ്റ്റർ കേൾക്കുന്ന അങ്ങനെ കോമ്പൗണ്ട് കയറി ഉള്ളിൽ വന്നാല് അവർ കിച്ചൺ ഗേറ്റിലെ ഉള്ളിൽ വരണമെങ്കിൽ ഉള്ളിൽ നിന്ന് ആരെങ്കിലും വാതിൽ തുറക്കണം, അല്ല അവർ തന്നെ തുറന്നിട്ട് ഉള്ളിൽ വരും? അകത്ത് കയറണമെങ്കിൽ തുറന്നു കൊടുക്കണം. You can close your eyes and speak. അതുപോലെ ആരാ നിങ്ങൾ കോൺവെന്റ് ഉള്ളിൽ വന്നത്? ആരാ വന്നത് സിസ്റ്റർ? അങ്ങനെ ആരാ വന്നത് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്? നിങ്ങൾ കോമ്പൗണ്ടിനെ കാറിയിട്ട് നിങ്ങൾ കോൺവെന്റ് ഉള്ളിൽ വന്നത് ആരാ വരും? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാർ ആരാ? ആരാ കാണും? ആരാ
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൂത്തിരിക്ക് വെച്ചിട്ടും ഇപ്പൊ വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ആരാ തോച്ചുറ്റത്തിന് ഇവിടെ കോൺവെന്റിൽ എത്ര സമയം അവർ വന്നത്? പുത്രിക്കോയിലും പിന്നെ തോമസ് കൊട്ടൂറും അവർ എത്ര സമയം അവിടെ വന്നതാ? ഷെഫി എത്ര സമയം അങ്ങനെ വന്നത് അവര്? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അതുപോലെ എത്ര സമയം അവരെ വന്നതാ? ഒരു സാധാരണ നോക്കുക. എത്ര സമയം അവർ വന്നിട്ടുണ്ടെന്ന് പറയുന്നേ? എത്ര സമയം? വരും. ആരെ കാണാൻ വേണ്ടി? ഞങ്ങളുടെ സിസ്റ്റർ കുട്ടി വരുവാരോ കണ്ടു കേട്ടോ. ഏത് സിസ്റ്ററായിട്ട് ഏത് സിസ്റ്ററോട് നല്ലപോലെ ക്ലോസ് ആയിട്ടുണ്ട് അവർ? ഫാദർ തോമസ് കൊട്ടൂർ, ഷഫി, ഏത് സിസ്റ്ററോട് അവർ ക്ലോസ്? നിങ്ങളോട് നല്ലപോലെ ബന്ധമുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നൊക്കെ? എങ്ങനെ സംസാരിക്കുന്ന? നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ? അവിടെ കോൺവെന്റില് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ? എത്ര സമയം അങ്ങനെ വന്നതാ? എത്ര സമയം അങ്ങനെ വന്നേ? എങ്ങനെ വരും അവര്? വരുന്ന വിഷയമൊക്കെ എങ്ങനെ അവർ വരുന്നത്? എങ്ങനെയാ വരും? വിളിച്ചാൽ വരും അല്ലേ? നിങ്ങൾ എത്ര സമയം അങ്ങനെ വിളിച്ചിരുന്നു? നിങ്ങളായിട്ട് വിളിക്കും അല്ലേ? എങ്ങനെ വിളിക്കും നിങ്ങൾ? ഫോൺ കുർബാനയ്ക്ക് വരാൻ